ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കടലക്കറി റെഡിയാക്കാൻ പോവാം. കടലക്കറി ഇന്ന് ഞങ്ങൾക്ക് ഈവനിങ് കടലക്കറി നല്ല ചൂട് ദോശ ആണ് ഈവനിങ് ഫുഡ്. സോ നമ്മളിപ്പോൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് പോവാണ്. കടലക്കറിക്ക് ഞാനിപ്പോൾ നോർമലി എടുത്ത് വെച്ചിരുന്ന സവോള, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില, കുറച്ച് 2-3 ചെറിയ പച്ചമുളക്. ഓക്കെ, ഇവിടെ ഞാൻ 2 ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് സവോള ഇട്ട് താളിക്കും. ഈ ചട്ടിയിൽ ഞാൻ ഇതിനകത്ത് കടുകിട്ട് സവോള താളിക്കും. ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം താളിച്ചെടുക്കും. അതിനുശേഷം കുറച്ച് സവാള ഇട്ട് താളിച്ചിട്ട് ഞാനത് ഒന്ന് തണുപ്പിച്ച് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കും. അതിൻ്റെ കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ക്രഷ് ചെയ്ത് എടുക്കും. വേവിച്ച് വെച്ചിരിക്കുന്ന കടല കുറച്ച്, അപ്പം നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതാണ് പ്ലാൻ. അതിനാണ് ഈ 2 ചട്ടി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്തോട്ട് എണ്ണ ചൂടായിട്ട് കടുകിടുക. കുറച്ച് കടുക് ഇതിനകത്ത് ഇടണം. ദെൻ 2 കടുകും. ഇനി നമ്മൾ ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിനകത്ത് സവാള ഇട്ട് താളിക്കണം. വളരെ മാക്സിമം ഇട്ടേക്കാം. നമുക്ക് ഇത് ക്രഷ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ വരുന്ന മൊത്തം ക്രഷ് ചെയ്യാം. കുറച്ച് സവാള, എല്ലാവർക്കും അറിയാവുന്ന പോലെ സവാള ഒന്ന് മൂത്ത് വരാനായിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം. ഞാൻ ഉപ്പിടാറുണ്ട്. അലുമിനിയം നമ്മളങ്ങനെ കുക്കിങ്ങിന് യൂസ് ചെയ്യാറില്ല. പക്ഷെ പെട്ടെന്ന് കടുകൊക്കെ ആകാൻ വേണ്ടി ഈ പാത്രം ആണ് നല്ലത്. അടച്ചുമൊക്കെ ഉണ്ട്. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് സവാള മൂക്കാനായിട്ട്. ഇച്ചിരി തീ കൂട്ടി വെക്കാം, പെട്ടെന്ന് അങ്ങ് മൂക്കും. ഇതിനകത്ത് തീ ഉപ്പിട്ടിട്ടുണ്ട്. തീയൊന്നും കൂട്ടുന്നില്ല, പെട്ടെന്ന്
അതൊക്കെ ആയാണ് കടലയൊക്കെ അരച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും മതി. ഇതിപ്പം കുറച്ച് കടല നമ്മൾ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ദോശ മാവ് റെഡി. എനിക്കിങ്ങനെ അരച്ച് ചേർക്കുമ്പോഴത്തേക്കാണ് ഇഷ്ടം. പക്ഷെങ്കിൽ പിള്ളേർക്ക് പറക്കിയൊക്കെ തിന്നാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതല്ല നമ്മൾ ആ മൂപ്പിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി കടലയുടെ കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചേക്കണം, അല്ലെങ്കിൽ പിന്നെ കുഴഞ്ഞു പോവും. വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മുടെ കടല അതിൻ്റെ കൂട്ടും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് കടല ചട്ടിയിലോട്ട് ഒഴിക്കുകയുള്ളൂ. അല്ല, ഇനിയിപ്പം സവോള താളിച്ച് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇതൊഴിക്കും. വേണമെങ്കിൽ പൊടിയൊക്കെ അതിൻ്റെ കൂടെ ഇട്ട്, അല്ല താളിക്കുന്നതിൻ്റെ കൂടെ പൊടിയൊക്കെ ഇടാം. ഇവിടെ ഏകദേശം സവോള താളിച്ച് മതി. ഇത്രയൊക്കെ മൂത്താൽ മതി, ഒത്തിരി മൂക്കണമെന്നൊന്നുമില്ല. പൊടി ഐറ്റംസ് എല്ലാം ഇടണം. ഞാൻ ഇതിനകത്ത് ശകലം മുളക് പൊടി ഇട്ടു. കാരണം പച്ചമുളക് 2-3 ഇട്ടത് കൊണ്ട് ശകലം മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 2-3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇച്ചിരി കുരുമുളക് പൊടി, കുരുമുളകൊന്നും അധികം ആരും കഴിക്കില്ല, എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കിട്ടുന്നുള്ളൂ. ശകലം ഗരം മസാല, ഇറച്ചി മസാലയൊക്കെ ശകലം എല്ലാത്തിൻ്റെയും ഇച്ചിരി പൊടിയൊക്കെ ഇട്ടു. ഈ പരുവായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫൈനൽ കറിയിലോട്ട് കയറുവാണ്. നല്ല അടിപൊളി കടലക്കറി റെഡിയായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ. കടല ഉണ്ടോയെന്ന് ചോദിച്ചാൽ കടലയുണ്ട്, നല്ല കൊഴുപ്പുണ്ട്. കണ്ടോ, നല്ല കൊഴുപ്പുള്ള കടലക്കറി. ഇതിൻ്റെ കൂടെ ചൂട് ദോശയും കൂടെ ആയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എല്ലാവർക്കും അറിയാം, ഞാൻ കുക്കിങ്ങിൽ പുതിയ ആളാണ്, എന്നേക്കാൾ എക്സ്പേർട്ടായവരാണ് നിങ്ങളൊക്കെ. എങ്കിലും അരച്ച് ചേർക്കുന്നതൊക്കെ എനിക്ക് ഇവിടെ നമ്മുടെ സിലു മോള് പറഞ്ഞു തന്നതാണ്. ഇനി ദോശയായി കഴിഞ്ഞിട്ട് ദോശയും കടലക്കറിയും കൂടെയൊക്കെ ഞങ്ങൾ പുറകെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉപ്പ് പാകത്തിനാണോ നോക്കണം, ഇല്ലെങ്കിൽ കുറച്ച് കൂട്ടണം. ഓക്കെ, താങ്ക് യു.